ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അതായത് ജോയിൻറ്റ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആൻഡ് മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ റാൻഡം വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ രണ്ട് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ജോയിൻ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഒക്കെ ചെയ്യാനുള്ള ഡിസ്ട്രിബ്യൂഷൻ ഏത് രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സിൻ്റെ മാത്രം ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ വൈയുടെ മാത്രം ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോബബിലിറ്റി ഫംഗ്ഷനും അതുപോലെ തന്നെ മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ജോയിൻ്റ് എന്ന് വെച്ചാൽ എക്സിൻ്റെയും വൈൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഏത് രീതിയിലാണെന്ന് പറയുന്നതാണ് ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് നമ്മൾ റാൻഡം വേരിയബിൾ എക്സിൻ്റെത് മാത്രം കണ്ടുപിടിക്കുക, അതുപോലെ വൈയുടേത് മാത്രം കണ്ടുപിടിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ, പ്രോപ്പറായ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ഫംഗ്ഷൻ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് ക്രൈറ്റീരിയ ആണ് സിംഗിൾ വേരിയബിളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് അല്ലേ. ഒന്ന്, ആ പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. മാത്രമല്ല ആ പറഞ്ഞിരിക്കുന്ന റാൻഡം വേരിയബിളിൻ്റെ ടോട്ടൽ വാല്യൂവിലുള്ള പ്രോബബിലിറ്റി, എല്ലാ വാല്യൂവിലും പ്രോബബിലിറ്റി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 1 കിട്ടണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആയിട്ട് വിളിക്കാം, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. കണ്ടിന്യൂസിൻ്റെ കേസിലാണെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഇനി അത് നേരെ നമ്മുടെ 2 വേരിയബിളിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ബൈവേരിയൻ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ജസ്റ്റ് എന്താവും? ഓരോ പ്രോബബിലിറ്റിയും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഓരോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെയും വൈയുടെയും ജോയിൻ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയാണ്. അതായത് എഫ് ഓഫ് എക്സ് കോമ വൈ. എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ആൻഡ് വൈയുടെ ഒരു പർട്ടിക്കുലർ വാല്യൂ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിലുള്ള ജോയിൻ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി, ആ ഇവൻ്റ് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ ആ എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. കമ്പയർ ചെയ്ത് പഠിക്കുക. നമ്മൾ സിംഗിൾ വേരിയബിളിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അത് 2 വേരിയബിളിലേക്ക് വരുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാവും. അതുപോലെ തന്നെ സിംഗിൾ വേരിയബിളിൽ നമ്മൾ പഠിച്ചത് സിഗ്മ ഓവർ എക്സ് ബിലോങ്സ് ടു എക്സ്. അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടിന്യൂസിൻ്റെ കേസിൽ ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ എക്സും വൈയും ആണ്. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എക്സ് മാത്രം വേരി ചെയ്താൽ പോരാ, എന്തൊക്കെ വേരി ചെയ്യണം? വൈയും വേരി ചെയ്യണം, അതുപോലെ എക്സും വേരി ചെയ്യണം. നമുക്കറിയാം സാധാരണ രീതിയിൽ നമ്മൾ എക്സിൻ്റെ വേരിയേഷൻ എടുക്കുന്ന സമയത്ത് ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് സിംഗിൾ വേരിയബിളിൻ്റെ കേസിൽ നമ്മൾ സാധാരണ ചൂസ് ചെയ്യാറ്. അതേപോലെ വൈയുടെ വേരിയേഷനും ഇത് തന്നെയാണ്, മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ എല്ലാവരും പഠിച്ചതാണ്. അപ്പോൾ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന എക്സിൻ്റെ വേരിയേഷൻ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, വൈയുടെ വേരിയേഷൻ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ഉള്ളിലുള്ള ഇന്നർ ഇൻ്റഗ്രലിൻ്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, അതുപോലെ പുറത്തുള്ളത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ് കോൺസ്റ്റൻറ്റ് ലിമിറ്റിനിടയിലാണെങ്കിൽ ഈ പറഞ്ഞ ഡി എക്സും ഡി വൈയും ഇൻ്റർചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തായിട്ട് ചേഞ്ച് ചെയ്യണമെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ബേസിക്കായിട്ട് ഇൻ്റഗ്രേഷനിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കണ്ടീഷൻസ്, അതായത് എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതുപോലെ ഡബിൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആൻഡ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ടോട്ടൽ എടുക്കുന്ന സമയത്ത് 1 ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ആണ് നമ്മൾ എന്ത് വിളിക്കാം? ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് വ്യത്യാസമില്ല. ആകെ വരുന്നൊരു വ്യത്യാസം സിഗ്മ എന്ന് പറയുന്ന നൊട്ടേഷൻ എന്തായാലും മാറും, ഇൻ്റഗ്രേഷനായിട്ട് മാറും. അപ്പോൾ സിഗ്മ ചെയ്ത പ്രോസസ്സിൽ നിന്ന് ഇൻ്റഗ്രേഷനൊക്കെ വരുമ്പോൾ അതിന് വരുന്ന ചേഞ്ചസ്, അതാണ് ഇവിടെ കാര്യമായിട്ടുള്ളൂ. ഓക്കെ, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ഇതിൽ നമ്മൾ ചില പ്രോബ്ലംസ് ഓൾറെഡി നമ്മൾ കണ്ടു. ഇതേപോലെ എഫ് ഓഫ് എക്സ് നമുക്ക് ഡിഫൈൻ ചെയ്താൽ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ആണെങ്കിൽ നമ്മൾ സാധാരണ രീതി എന്താ ചെയ്യുക? എ മുതൽ ബി വരെ ഈ പറഞ്ഞിരിക്കുന്ന എക്സിൻ്റെ പി ഡി എഫ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും
എക്സിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, അതുപോലെ വൈക്ക് ഒരു റെസ്ട്രിക്ഷൻ നമുക്ക് തന്നു വിചാരിക്കാം. ഓക്കെ, അതായത് എക്സിൻ്റെ റെസ്ട്രിക്ഷൻ എ മുതൽ ബി വരെയാണ് എക്സിൻ്റെ വാല്യൂ, വൈയുടെ റെസ്ട്രിക്ഷൻ സി മുതൽ ഡി വരെയാണ് വൈയുടെ വാല്യൂ എന്ന് തന്നു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ആൻഡ് സി ലെസ് ദാൻ വൈ ലെസ് ദാൻ ഡി, ഈ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളത് നമ്മൾ ഏത് രീതിയിലാണ് കണ്ടുപിടിക്കുക? നമ്മൾ സാധാരണ സിംഗിൾ വേരിയബിളിൻ്റെ കേസിൽ എങ്ങനെയാണോ എടുത്തത് അതേപോലെ തന്നെ ഒരു വ്യത്യാസം അവിടെ സിംഗിൾ ഇൻ്റഗ്രൽ അല്ല, ഇവിടെ വരുമ്പോൾ എന്താവും? ഡബിൾ ഇൻ്റഗ്രലായിട്ട് മാറും. എക്സിൻ്റെയും വൈയുടെയും വേരിയേഷൻ സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൊടുക്കണം. ഓക്കെ, സോ നമ്മുടെ ഇതെന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എ ടു ബി ആൻഡ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ, ഇതാണെന്ത് ഈ പറഞ്ഞിരിക്കുന്നത് ചോദ്യം. ഫോർ എക്സാമ്പിൾ, ഇപ്പം സപ്പോസ് നമ്മുടെ എക്സിൻ്റെ വേരിയേഷൻ 0 to 1 വരെയും വൈയുടെ വേരിയേഷൻ 0 to 2 വരെയാണെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്താവും? 0 to 1 അതുപോലെ 0 to 2. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്നത് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദെൻ നമ്മളിനി ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സാധാരണ രീതിയിൽ നമുക്കറിയാം ഈ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ട് വേരിയബിൾ വരുമ്പോൾ ഒന്നും കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും, വൈയുടെ വേരിയേഷൻ കൂടി കാണേണ്ടി വരുന്നു മാത്രം. ഓക്കെ, ദ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ഇൻ ദ കേസ്, ഏത് കേസിൽ? ഈ പറഞ്ഞിരിക്കുന്ന ബൈവേരിയൻ ഡിസ്ട്രിബ്യൂഷൻ. ഇൻ ദിസ് ബൈവേരിയൻ ഡിസ്ട്രിബ്യൂഷൻ കേസ് ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്, അതുപോലെ ക്യാപിറ്റൽ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ എടുക്കുക? -∞ മുതൽ എക്സ് വരെ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നായിരുന്നു പഠിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് എക്സും വൈയും ഉണ്ട്, അതുകൊണ്ട് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ -∞ മുതൽ എക്സ് വരെ അതുപോലെ -∞ മുതൽ വൈ വരെ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞിരിക്കുന്നത് വേരിയേഷൻ അതുപോലെ തന്നെ എടുക്കണം, ഡി വൈ ഡി എക്സ് ആണ്. ഓക്കെ, കാരണം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഏതാണ്? ആദ്യം വൈ ആണ്, അപ്പോൾ ഇന്നർ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് എന്തായിരിക്കണം? വൈ ആയിരിക്കണം. സോ ഡി വൈ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിമിറ്റിംഗ് കണ്ടീഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? സപ്പോസ് നമ്മുടെ കയ്യിൽ എഫ് ഓഫ് എക്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ നിനക്ക് സ്മോൾ എഫ് ഓഫ് എക്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷനെ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണെന്ത്? സ്മോൾ എഫ് ഓഫ് എക്സ്. ഇനി ഈ സപ്പോസ് നമുക്ക് ഒരു ജോയിൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ, ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഇതിനെ 2 തവണ, അതായത് വിത്ത് റെസ്പെക്ട് എക്സും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, വിത്ത് റെസ്പെക്ട് വൈയും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എഫ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിളാണ്, എക്സിൻ്റെയും വൈയുടെയും വേരിയബിളാണ്. അപ്പോൾ അവിടെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് മാത്രമോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യം എഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ 2 വേരിയബിൾ ആയതുകൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സാധാരണ രീതിയിൽ ഇവിടെ കണ്ടെത്താൻ പറ്റുക. ഇപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സും കാണാം, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും കാണാം. സോ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ അങ്ങനെയും മനസ്സിലാക്കി വെക്കുക. സപ്പോസ് നമുക്ക് തന്നിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിത്ത് റെസ്പെക്ട് ടു വൈ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ആ കിട്ടിയിരിക്കുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓർ റിവേഴ്സ് ഓർഡറിൽ ചെയ്താലും തെറ്റില്ല. ഓക്കെ, ദെൻ നമ്മുടെ മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ നമുക്കറിയാം. ക്യാപിറ്റൽ ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെയും വൈയുടെയും ജോയിൻ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ജോയിൻ്റ് ആയിട്ടുള്ള ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ മാത്രം ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ്, അതുപോലെ വൈയുടെ മാത്രം ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണെന്ത്? മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓർ മാർജിനൽ PDF. ഓക്കെ, അപ്പോൾ ഈ മാർജിനൽ PDF കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചു. ഏത് രീതിയിലാണ്? ഈ പറഞ്ഞിരിക്കുന്ന മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ് അല്ലേ? അത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? എഫ് എക്സ് ഓഫ് എക്സ്,
അതായത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് നമ്മുടെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് എഫ് എക്സ് ഓഫ് എക്സ്. അതങ്ങനെ ഡിനോട്ട് ചെയ്യാനുള്ള കാരണം എന്തായാലും മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സിൽ എന്തിൻ്റെ ഫംഗ്ഷനാണ് ഉണ്ടാവേണ്ടത്? വൈയുടെ ഫംഗ്ഷൻ അല്ല, മറിച്ച് എന്താണ്? എക്സിൻ്റെ ഫംഗ്ഷനാണ് അവിടെ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ആ എക്സിൻ്റെ ഫംഗ്ഷനാണെന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന എഫ് എക്സ് ഓഫ് എക്സ് എന്നുള്ള നൊട്ടേഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ഇൻ്റഗ്രലിന് വിത്ത് റെസ്പെക്ട് വൈ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചവർക്ക് അറിയാം, നമ്മളവിടെ എഫ് എക്സ് കണ്ടെത്തി എങ്ങനെയായിരുന്നു? സിഗ്മ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ ആണ്. ഇവിടെ എത്തുന്ന സമയത്ത് ഇതേപോലെ തന്നെ സിഗ്മ എന്തായി? ഇൻ്റഗ്രലായി, വേറെ വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഓവർ വൈ ആണ്. ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ആണ്. ഓക്കെ, എഫ് എക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡി വൈ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ഇസ് ഡിനോട്ടഡ് ബൈ എഫ് വൺ ഓഫ് എക്സ് ഓർ എഫ് എക്സ് ഓഫ് എക്സ് and is defined by fx of x is equal to f1 of x, that is equal to integral minus infinity to infinity or integral over y. വൈയുടെ വേരിയേഷൻ ആണ്. ഇപ്പോൾ എപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ വൈ വേരി ചെയ്യണമെന്നില്ല. എന്ന് വെച്ചാൽ വൈക്ക് നോൺ സീറോ വാല്യൂ ഉണ്ടാവണമെന്നില്ല. ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും എവിടെയാണ്? മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഓൾറെഡി ചില കേസിലൊക്കെ നമ്മൾ കണ്ടു, എന്താണ്? എക്സിൻ്റെ വേരിയേഷൻ ചിലപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ സീറോയിൽ മാത്രം എഫ് ഓഫ് എക്സിന് ഒരു നോൺ സീറോ വാല്യൂ ഉണ്ടാവും, അല്ലാത്തടത്ത് സീറോ ആയിരിക്കും. ആ രീതിയിൽ ഇവിടെയും നമുക്ക് വരാം. ഈ പറഞ്ഞിരിക്കുന്ന മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമാണ്. വൈയുടെ വേരിയേഷൻ നോൺ സീറോ വാല്യൂ എവിടെയാണോ ഉള്ളത്, നോൺ സീറോ പ്രോബബിലിറ്റി എവിടെയാണോ ഉള്ളത്, അവിടെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, എപ്പോഴും മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ല. ഈ പറഞ്ഞിരിക്കുന്ന വൈയുടെ റെസ്ട്രിക്ഷൻ സപ്പോസ് 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 4 ആണെങ്കിൽ നമ്മൾ ആ റെസ്ട്രിക്ഷൻ ആണ് അവിടെ എന്ത് ചെയ്യുക? ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ ആയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് എന്ത്? മാർജിനൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ല, മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ ഈസ് ഡിനോട്ടഡ് ബൈ ഒന്നുകിൽ F2 ഓഫ് വൈ അല്ലെങ്കിൽ ജി വൈ ഓഫ് വൈ. കാരണം ഇതേപോലെ എഫ് സെയിം ആവണമെന്നില്ല, ഒരേപോലത്തെ ഫംഗ്ഷൻ അല്ല, വേറെ ഏതൊരു ഫംഗ്ഷനാണ്. സോ ജി വൈ ഓഫ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു F2 ഓഫ് വൈ. അപ്പോൾ ഇവിടെ മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ജോയിൻ പ്രോബബിലിറ്റീനെ അല്ലെങ്കിൽ ജോയിൻ PDF-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മുടെ മാർജിനൽ, സപ്പോസ് നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PDF സപ്പോസ് എഫ് ഓഫ് എക്സ് വൈ, സ്മോൾ എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ അവിടുന്ന് നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ ക്യാപിറ്റൽ F1 ഓഫ് എക്സ്, അതായത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യുക ഈ പറഞ്ഞിരിക്കുന്ന എക്സിൻ്റെ വേരിയേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് വരെ. കാരണം നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കോമ വൈ ആണ്. വൈക്ക് അവിടെ റെസ്ട്രിക്ഷൻ ഇല്ല. വൈയുടെ എൻറ്റയർ റീജിയനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആ പറഞ്ഞിരിക്കുന്ന ലിമിറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ വൈ വേരീസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഇവിടെ dy/dx എന്ന് എടുക്കാം. ഓക്കെ, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അതേപോലെ എക്സിൻ്റെ വേരിയേഷൻ മൈനസ് ഇൻഫിനിറ്റി മുതൽ എക്സ് വരെ. കാരണം നമ്മുടെ F1 ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലാണ് റെസ്ട്രിക്ഷൻ? എക്സ് അപ് ടു സ്മോൾ എക്സ് ആവുന്നത് വരെയുള്ള പ്രോബബിലിറ്റി സമ്മപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ വൈയുടെ വേരിയേഷൻ എന്ത് തന്നെയാണ്? ടോട്ടൽ വൈയുടെ റേഞ്ച് തന്നെയാണ്, മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ. അവിടെ എവിടെയൊക്കെയാണോ വൈക്ക് വാല്യൂ ഉള്ളത് അവിടെയൊക്കെ. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന കേസ് മനസ്സിലാക്കുക. മൈനസ് ഇൻഫിനിറ്റി മുതൽ എക്സ് വരെയാണ് ഇൻ്റഗ്രൽ, ഡബിൾ ഇൻ്റഗ്രലിൽ ഈ പറഞ്ഞ മൈനസ് ഇൻഫിനിറ്റി മുതൽ എക്സ് വരെ. അത് ശ്രദ്ധിക്കുക, ഔട്ടർ ഇൻ്റഗ്രലാണ് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്. കാരണം ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കണം. അപ്പോൾ ഇൻ്റഗ്രേഷൻ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ഫൈനൈറ്റ് വാല്യൂ അല്ല ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്തായിരിക്കും? എക്സിലുള്ള ഒരു ഫംഗ്ഷനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എക്സിൽ കിട്ടുന്നതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റഗ്രൽ, ഔട്ടർ ഇൻ്റഗ്രൽ എന്തിലെടുക്കുക? വിത്ത് റെസ്പെക്ട് ടു എക്സും ഇന്നർ ഇൻ്റഗ്രൽ വൈയുടേതായിട്ടും ചൂസ് ചെയ്യാം. ഓക്കെ, ദെൻ മാർജിനൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൈ, അതാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് F2 ഓഫ് വൈ. ഓക്കെ, F2 ഓഫ് വൈ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് വൈ ലെസ് ദാൻ ഈക്വൽ ടു വൈ എന്ന് വെച്ചാൽ എക്സിന് എന്താണ്? എക്സ് കോമ വൈ ലെസ് ദാൻ ഈക്വൽ ടു വൈ ആണ്. എക്സിൻ്റെ ലിമിറ്റ് ഈ പറഞ്ഞിരിക്കുന്ന മൈനസ് ഇൻഫിനിറ്റി ടു
ഇൻഫിനിറ്റി വരെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. അതുപോലെ വൈയുടെ വേരിയേഷൻ എന്ത് ചെയ്യുക, -∞ മുതൽ y വരെ മാത്രം എന്ത് ചെയ്യാം, വേരി ചെയ്യിക്കുക. ഓക്കെ, dy dx മാറ്റിയെടുക്കാം. ഓക്കെ, സോ ഇതിന് ഇൻ്റഗ്രേഷൻ നമ്മളിനി ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് കിട്ടുക, ഇതേപോലെ എഫ് ഓഫ് എക്സ് വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുക, എന്നിട്ട് അതിന് പിന്നെ വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ചെയ്യുന്ന സമയത്ത് എന്താ, വൈയുടേത് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഡബിൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഡി എക്സും ഡി വൈയും ഉണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പം വൈയുടെ ഫംഗ്ഷൻ എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പം എക്സിൻ്റെ ഫംഗ്ഷൻ എക്സോ എക്സിൻ്റെ ഫംഗ്ഷനോ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന സംഭവം തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് വൈയുടേതായതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ഇപ്പോൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് എക്സ് ആണെങ്കിൽ നമുക്ക് എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ് കിട്ടുക. അവിടെ പിന്നെ രണ്ടാമത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് വൈ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്താൽ മതി, ആ വിത്ത് റെസ്പെക്ട് ടു വൈ എന്നുള്ളത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ്, അപ്പോൾ അപ്പോഴും നമുക്ക് എക്സിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുക. ഓക്കെ, സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ദ ജോയിൻറ്റ് density function of two continuous random variable x and y is given by small f of x y equal to cxy. ശ്രദ്ധിക്കുക, where 0 less than x less than 4 and y varies from 1 to 5. ഓക്കെ, ശരിക്കും -∞ മുതൽ ഇൻഫിനിറ്റി വരെ തന്നെയാണ് എക്സിൻ്റെ വേരിയേഷൻ, അതുപോലെ -∞ മുതൽ ഇൻഫിനിറ്റി വരെയാണ് വൈയുടെ വേരിയേഷൻ. ഓക്കെ, പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സിൻ്റെ വേരിയേഷൻ എവിടം വരെ ഉള്ളൂ, 0 മുതൽ 4 വരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സിൻ്റെ വാല്യൂ 0 മുതൽ 4 വരെയും വൈയുടെ വാല്യൂ 1 മുതൽ 5 വരെയുള്ള ആ ഒരു ചെറിയ റീജിയനിൽ മാത്രമേ എഫ് ഓഫ് എക്സ് എന്തുള്ളൂ, നോൺ സീറോ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ എഫ് ഓഫ് എക്സ് വൈൻ്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. അപ്പോൾ നിങ്ങൾ ഇൻ്റഗ്രേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന -∞ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള കംപ്ലീറ്റ് റേഞ്ച് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എക്സും വൈയും എവിടെയാണോ നോൺ സീറോ പ്രോബബിലിറ്റി തരുന്നത് അവിടെ മാത്രം എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അല്ലാതെ എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ശരിക്കും പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, പക്ഷേ ആ വാല്യൂ 0 ആയതുകൊണ്ട് അവിടെ നമ്മൾ എന്തായിരിക്കും, ഇൻ്റഗ്രേറ്റ് ചെയ്താലും അത് 0 ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമ്മളധികം ബോധർ ചെയ്യേണ്ട, ഇക്കാര്യം ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും CXY ആണ്. അപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും എന്ത് തന്നെയായിരിക്കും, ഫൈൻഡ് ദി വാല്യൂ ഓഫ് കോൺസ്റ്റൻറ്റ് C. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, 2 ലെസ് ദാൻ y ലെസ് ദാൻ 3. മൂന്നാമത്തത് ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. നാലാമത്തത് ഫൈൻഡ് ദ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കാം, അതുപോലെ വൈയുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. ആൻഡ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ചെക്ക് വെദർ, അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ചെക്ക് വെദർ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് ഓർ നോട്ട്. ഓക്കെ, ആ ഇൻഡിപെൻഡൻസ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബൈവേരിയനിൽ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെയാണ്. എന്തായിരുന്നു ബൈവേരിയൻ നമ്മൾ ഇവിടെ പറഞ്ഞത് ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ എഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് എക്സ് ഇൻറ്റു എഫ് വൈ ആണെങ്കിൽ ഫോർ എവറി എക്സ് ആൻഡ് വൈ നമുക്ക് എന്ത് പറയാം, ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. അതർവൈസ് ഇറ്റ് ഇസ് നോട്ട് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് അതൊരു ജനറൽ ഡെഫിനിഷനാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്താത്തത്. സോ നമുക്കിനി ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന ഒരു എഫ് ഓഫ് എക്സ് ഉണ്ട്, പക്ഷേ അതിൽ സി എന്ന് പറയുന്നത് എന്താണ്, അൺനോൺ ആണ്. അപ്പോൾ ആ സി കണ്ടുപിടിക്കണം. സി കണ്ടുപിടിക്കാൻ പ്രോബബിലിറ്റി ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താ, ഇതൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഓൾവേസ് എന്തായിരിക്കും, ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -∞ ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ -∞ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി ഇവിടെ എക്സിൻ്റെ വേരിയേഷൻ എത്രയാണ്, എക്സിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ എക്സിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഓൺലി എവിടെ വരെ ഉള്ളൂ, ശരിക്കും പറഞ്ഞാൽ -∞ മുതൽ ഇൻഫിനിറ്റി വരെയാണ് എക്സിൻ്റെ വേരിയേഷൻ. പക്ഷേ 0 മുതൽ 4 വരെ മാത്രമേ ഫംഗ്ഷൻ എന്തുള്ളൂ, നോൺ സീറോ വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് എക്സിൻ്റെ വേരിയേഷൻ ഫ്രം 0 to 4, വൈയുടെ വേരിയേഷൻ ഫ്രം നമ്മൾ എന്ത് ചെയ്യാം, വൈ വേരി ചെയ്യുന്നത് y ഈക്വൽ ടു 1 to 5 വരെ. അപ്പോൾ വൈയുടെ വേരിയേഷൻ 1 മുതൽ 5 വരെ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം CXY ആണ്. അപ്പോൾ CXY അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ CXY സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ജൻ dx dy അല്ല dy dx ആണ്. ഓക്കെ, dy dx, കാരണം ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ലിമിറ്റ് എന്തായാലും എന്തായിരിക്കണം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സി എന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട് സൈഡ് എടുക്കുന്നു. എക്സ് വൈ എടുക്കുക. എക്സ് വൈയിൽ
നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആദ്യം നമ്മൾ എക്സ് വൈനെ വിത്ത് റെസ്പെക്റ്റ് എന്ത് ചെയ്യുന്നു, വൈ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പം വൈ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാം എക്സ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ കോൺസ്റ്റൻ്റ് ഞാൻ പുറത്തെടുക്കുന്നു. സോ എക്സ് ഇൻറ്റു നമുക്ക് എന്ത് വരും, ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ, അതായത് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ വൈ ഡി വൈ. ഇൻ്റഗ്രൽ വൈ ഡി വൈ എന്ന് പറയുമ്പോൾ എന്തായി, വൈ സ്ക്വയർ ബൈ 2. ഇൻ്റഗ്രൽ വൈ എന്ന് പറഞ്ഞാൽ എന്താ, വൈ സ്ക്വയർ ബൈ 2 ആണ്. വിത്തിൻ ലിമിറ്റ് y വേരീസ് ഫ്രം 1 to 5 വരെ. വൈയുടെ വേരിയേഷൻ 1 to 5 വരെ. ആ ലിമിറ്റ് കൊടുക്കുക. ആ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, ഈ ഔട്ടർ ഇൻ്റഗ്രൽ നമ്മൾ ചെയ്തില്ല, കാരണം ഇന്നർ ഇൻ്റഗ്രൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ചെയ്ത് അതിൻ്റെ ലിമിറ്റ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അടുത്ത പ്രോസസ്സ്, അതായത് വിത്ത് റെസ്പെക്ട് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഇത് 24. ഓക്കെ, അപ്പോൾ 24/2 എന്നുള്ള രീതിയിൽ നമുക്ക് വരും. ഓക്കെ, അപ്പോൾ 24/2 എന്ന് പറഞ്ഞാൽ 12. ഓൾറെഡി അവിടെ എന്തുണ്ടാവും, എക്സ് ഉണ്ട്. അപ്പോൾ 12x dx. ഓക്കെ, സി ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 4 12x dx. ഇനി ദെൻ ഈ പറഞ്ഞ 12 എക്സ് ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ സി ഇൻറ്റു 12 ഇൻറ്റു x²/2 വരും. 12 ഇൻറ്റു x²/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതെന്തായി, 6 ആയിട്ട് മാറി. സോ സി ഇൻറ്റു 6x² ഫ്രം വേർ എക്സ് വേരീസ് ഫ്രം 0 to 4. ഓക്കെ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, അതായത് ഈ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. കാരണം ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1 എന്ന് പറയുന്ന കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഇൻ്റഗ്രേഷൻ നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, 96c = 1 എന്ന് കിട്ടും. അപ്പം 96c = 1 ആണെങ്കിൽ അതിൽ നിന്ന് സിയുടെ വാല്യൂ നമുക്ക് എത്രയായിട്ട് വരും, c = 1/96. ഓക്കെ, അപ്പോൾ c = 1/96. അപ്പോൾ കോൺസ്റ്റൻറ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ f(x) ശരിക്കും എന്താ വരിക, ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ xy/96 ഫോർ 0 <x <4 ആൻഡ് 1 <y 5. അപ്പോൾ എന്തായി, നമ്മുടെ സിയുടെ വാല്യൂ ആയി. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറായി. ഇനി രണ്ടാമത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫൈൻഡ് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ, പ്രോബബിലിറ്റി ഓഫ് 1 <x 2 ആൻഡ് 2 <y 3. നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ഇക്വേഷൻ കണ്ടു അല്ലേ, എന്താ അത്, പ്രോബബിലിറ്റി ഓഫ് a <x b, c <y d ആണെങ്കിൽ എക്സിൻ്റെ വേരിയേഷൻ ഫ്രം a to b, വൈയുടെ വേരിയേഷൻ ഫ്രം c to d, f(xy) ഇൻറ്റു dy dx ആണ്. അത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഇക്വേഷൻ ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് 1 <x 2 ആൻഡ് 2 <y 3. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, എക്സിൻ്റെ വാല്യൂ -∞ മുതൽ ഇൻഫിനിറ്റി വരെയല്ല, പകരം എവിടെ നിന്ന് എടുക്കുക, ഈ പറഞ്ഞ 1 മുതൽ 2 വരെ എടുക്കുക. വൈയുടെ വേരിയേഷൻ 2 to 3 വരെ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ f(xy) ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, ഇൻ്റഗ്രൽ ഓവർ 1 to 2, ഇൻ്റഗ്രൽ ഓവർ 2 to 3 xy/96 dy dx. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് ചെയ്തു നോക്കാം. അപ്പോൾ എന്ത് വരും, 1/96 കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാം. ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻ്റഗ്രൽ ഓവർ x = 1 to 2, ഇൻ്റഗ്രൽ ഓവർ y = 2 to 3 xy dy dx. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന xy dyയിൽ വിത്ത് റെസ്പെക്ട് വൈ ആയതുകൊണ്ട് x എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ 1/96 ഇൻറ്റു എക്സ് ഇൻറ്റു എന്ത് വരും, ഇൻ്റഗ്രൽ 2 to 3 y dy എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ y dyയുടെ ഇൻ്റഗ്രൽ വാല്യൂ ആണ് എന്ത്, y²/2. അപ്പോൾ വിത്തിൻ ലിമിറ്റ് വൈയുടെ വേരിയേഷൻ ഫ്രം 2 to 3. സോ ഈ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 9 - 4/2 ദാറ്റ് ഈസ് 9/2 ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് 9 - 5/2 ഇൻറ്റു എക്സ്, അതായത് 9 - 4/2 ഇൻറ്റു എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5x കിട്ടും. ഓക്കെ, ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അതായത് 3² - 2² ഇൻറ്റു എപ്പുറം എന്തുണ്ട്, എക്സ് ഉണ്ട്, ദാറ്റ് ഈസ് 9 - 4 ദാറ്റ് ഈസ് 5/2 ഇൻറ്റു എക്സ് എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ദെൻ 5/2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ അത് പുറത്തെടുക്കുന്ന സമയത്ത് 5/96 ഇൻറ്റു 2 192 ആയിട്ട് മാറി. ദെൻ ഇൻ്റഗ്രൽ എന്ത് മാത്രം ഉണ്ടാവും, 1 to 2 x dx എന്ന് വരും. ദാറ്റ് ഈസ് x²/2 വിത്തിൻ ലിമിറ്റ് 1 to 2. അതിന് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്ത് വരും, 1/2 എന്ന് വരും. ഓക്കെ,
2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ബൈ 2 ദാറ്റ് ഈസ് 3/2 എന്ന് വരും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 192ഉം 3യും കൂടി സിംപ്ലിഫൈ ചെയ്യുക, എല്ലാം കൂടി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5/128 എന്ന് കിട്ടും. ഏതിൻ്റെ വാല്യൂ? പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, 2 ലെസ് ദാൻ വൈ ലെസ് ദാൻ 3, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സാധാ ഇൻറ്റഗ്രേഷൻ, വേറെ ഇതിൽ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഈ കൺസെപ്റ്റ് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഈ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് ചെയ്യാം. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ശ്രദ്ധിക്കണം, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം എക്സിൻ്റെ വേരിയേഷൻ 0 മുതൽ അതുപോലെ 4 വരെ, 0 മുതൽ 4 വരെ മാത്രമേ എന്തുള്ളൂ? എഫ് ഓഫ് എക്സ് വൈ നോൺ സീറോ ഉള്ളൂ. അതുപോലെ വൈയുടെ വേരിയേഷൻ എന്താണ്? വൈയുടെ വേരിയേഷൻ വൈയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് 2 to 3, 1 to 5. ഓക്കെ, വൈയുടെ വേരിയേഷൻ 1 to 5. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ മാത്രമാണ് നമുക്ക് എന്തുള്ളത്? നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് നോൺ സീറോ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ശ്രദ്ധിക്കുക, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 3 മുതൽ എത്ര വരെ ഉണ്ടാവുമല്ലോ? 4 വരെ. കാരണം എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3ക്ക് ശേഷം കംപ്ലീറ്റ് ആയിട്ട് എന്തല്ല? ഒരു പർട്ടിക്കുലർ വാല്യൂ അല്ല. എക്സ് 4 വരെ ആകുമ്പോൾ മാത്രമേ എന്തുള്ളൂ? xy/96 എന്ന് പറയുന്ന വാല്യൂ ഉള്ളൂ. ആ 4ന് ശേഷമുള്ള ലിമിറ്റ് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ 0 ആണ്. സോ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? നമുക്ക് ലിമിറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 പറഞ്ഞാലും നമ്മുടെ ഇൻ്റഗ്രേഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എവിടെയാണ് വരിക? വാല്യൂ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 3 മുതൽ 4 വരെ മാത്രമേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം. ശരിക്കും ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ എഴുതുക എന്താ? ഇൻ്റഗ്രൽ 3 to ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 2 to ഇൻഫിനിറ്റി എഫ് ഓഫ് 2 to ഇൻഫിനിറ്റി അല്ല, വൈ ലെസ് ദാൻ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ആ ലിമിറ്റ് -∞ to 2 എഫ് ഓഫ് എക്സ് കോമ വൈ ഡി വൈ ഡി എക്സ് എന്നാണ് വരിക. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന വൈയുടെ ലിമിറ്റിൻ്റെ പ്രത്യേകത എന്താ? 1 മുതൽ 5 വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലെസ് ദാൻ 2 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ പറഞ്ഞിരിക്കുന്ന xy/96 എന്ന് പറയുന്ന വാല്യൂ യൂസ് ചെയ്യാൻ കഴിയില്ല. ആകെ എവിടെയുള്ളൂ? 1നും 2നും ഇടയിൽ മാത്രമേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രകാരം നമുക്ക് എന്തുള്ളൂ? xy/96 എന്ന് പറയുന്ന നോൺ സീറോ വാല്യൂ ഉള്ളൂ. അല്ലാത്തടത്ത് എന്താണ്? 0 ആണ്. സോ ആ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ -∞ to 2 ആണെങ്കിലും ഞാൻ എന്താക്കും? അതിനാ -∞ to 1 + 1 to 2 അങ്ങനെ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ -∞ മുതൽ 1 വരെയുള്ള ഇൻ്റഗ്രൽ വാല്യൂ എന്തായി? 0 ആയി. അപ്പോൾ ആ ഇൻ്റഗ്രൽ നമ്മൾ ഇൻ്റഗ്രേഷൻ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അതാണ് വൈയുടെ വാല്യൂ 1 to 2 വരാൻ കാരണം. എക്സിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ്? 3 to ഇൻഫിനിറ്റിയിൽ ഈ പറഞ്ഞ 3 മുതൽ ഇൻഫിനിറ്റി വരെയുള്ളതിൽ ആകെ 0 മുതൽ 4 വരെ മാത്രമേ എന്തുള്ളൂ? എക്സിൻ്റെ നോൺ സീറോ വാല്യൂ ഉള്ളൂ. അതിനുശേഷം എഫ് ഓഫ് എക്സ് വൈ എന്താണ്? 0 ആണ്. സോ ആ ഇൻ്റഗ്രൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? പരിഗണിക്കേണ്ട. ശരിക്കും ഇത് സ്പ്ലിറ്റ് വരുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ 3 to 4 + 4 to ഇൻഫിനിറ്റി രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് എക്സിനും വൈക്കും കോമൺ ആയിട്ട് നോൺ സീറോ വരുന്ന റീജിയൻ എവിടെയാണോ അവിടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മളിനി ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ ജസ്റ്റ് കാണുക. എന്താണ്? x = 3 to 4, y = 1 to 2 xy/96 dx dy. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് എന്തായി? സാധാ രീതിയിൽ നേരത്തെ നമ്മൾ ചെയ്ത dx dy അല്ല, dy dx. ആദ്യം വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 7/128 കിട്ടും. ഇൻ്റഗ്രേഷൻ ഞാൻ ചെയ്യുന്നില്ല, വീഡിയോയുടെ ലെങ്ത് വല്ലാതെ കൂടി പോകും. അതുകൊണ്ട് ആ പറഞ്ഞ ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/96 പുറത്തെടുക്കുക. ദെൻ ഇൻ്റഗ്രൽ ആദ്യം വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻറ്റ് സിംപ്ലിഫൈ ചെയ്യുക. നേരത്തെ ചെയ്ത അതേ റിപ്പീറ്റേഷൻ തന്നെയാണ്. വൈയുടെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടുക 7/128. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3യും വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2യും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഭാഗത്തിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ? 7/128 ആണ്. ദെൻ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അതിലാദ്യം നമ്മൾ കാണാൻ പോകുന്നത് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്.
അപ്പോൾ ഓൾറെഡി അറിയാം എഫ് എക്സ് ഓഫ് എക്സ് ആണ് അത് ഡിനോട്ട് ചെയ്യുന്നത്, അത് ഡിഫൈൻ ചെയ്യുന്നത് ഇൻ്റഗ്രൽ ഓവർ വൈ വേരീസ് ഫ്രം -∞ to ∞ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് xy/96. സോ xy/96 വൈയുടെ വേരിയേഷൻ ഫ്രം 1 to 5 ആണ്. കാരണം -∞ to ∞ വരെ ഇല്ല, ഇവിടെ ഉള്ളൂ 1 to 5 വരെ മാത്രമേ എഫ് ഓഫ് എക്സ് വൈ നോൺ സീറോ ആവുന്നുള്ളൂ. സോ അവിടെ മാത്രം ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 5 xy/96 ഡി എക്സ് അല്ല ഡി വൈ ആണ്. ശ്രദ്ധിക്കണം, ഞാൻ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്, മാർജിനൽ PDF ഓഫ് എക്സ് ആണ്. അപ്പോൾ അവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമുക്ക് കാണേണ്ടത്, വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ ഫംഗ്ഷൻ x/96 എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ വൈ വേരീസ് ഫ്രം 1 to 5 വൈ ഡി വൈ. അപ്പോൾ വൈയുടെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ y²/2 ആണ്. സോ ഇവിടെ y²/2 ഉണ്ടാവും, ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ y²/2 എന്ന് വരും. സോ നോക്കാം, അപ്പോൾ y²/2 ഉണ്ട്. y²/2 കൊടുക്കുന്ന സമയത്ത് x/96 ഇൻറ്റു y² എന്ന് പറയുമ്പോൾ 25 - 1² ദാറ്റ് ഈസ് 24/2 എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു 2 ഇവിടെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം. അപ്പോൾ 24 x/96 ഇൻറ്റു 1/2 ദാറ്റ് ഈസ് 1/2 ഇവിടെ ഇതുണ്ടാവും. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 12x/96 2ഉം 24ഉം സിംപ്ലിഫൈ ചെയ്താൽ 12 കിട്ടും. സോ 12x/96 12ഉം 96ഉം നമ്മൾ എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് x/8 എന്ന് കിട്ടും. ഇതാണെന്ത് എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി, 9/8 എന്ന് കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, എഫ് വൈ ഓഫ് ഇത് കണ്ടുപിടിക്കാം, എഫ് വൈ ഓഫ് വൈ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്തത് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എന്ത് കണ്ടുപിടിക്കാം, വൈ ആണ് കാണാൻ പോകുന്നത്. എഫ് വൈ ഓഫ് വൈ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് എക്സ് വൈ ഡി എക്സ്. എക്സിൻ്റെ വേരിയേഷൻ എന്താണ്, ഇവിടെ -∞ to ∞ ആണ്. പക്ഷേ ഇവിടെ സ്വാഭാവികമായിട്ടും 0 മുതൽ 4 വരെ മാത്രമേ എന്തുള്ളൂ, എക്സിൻ്റെ വേരിയേഷൻ ഉള്ളൂ. അതുകൊണ്ട് ഇൻ്റഗ്രൽ 0 to 4 എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ്. അവിടെ ആ പറഞ്ഞിരിക്കുന്ന ഇൻ്റഗ്രൽ 0 to 4 നമുക്ക് എന്ത് ചെയ്യാം, xy/96 കൊടുക്കാം ഡി എക്സ്. ദെൻ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ y/96 കോൺസ്റ്റൻറ്റ്, ഇൻ്റഗ്രൽ ഓവർ 0 to 4 എക്സ് ഡി എക്സ്. സോ y/96 x²/2 വിത്തിൻ ലിമിറ്റ് 0 to 4. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്നത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, x/12 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക. ദെൻ നമുക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x/8ഉം എഫ് വൈ ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, x/12ഉം കിട്ടി. ഓക്കെ, അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആയി. ഇനി അഞ്ചാമത്തെ എന്താ, എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. ചെക്ക് വെദർ എന്താണ്, എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് ഓർ നോട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതായത് എക്സ് അല്ല, സോറി, ഇവിടെ വൈ ആണ് കോൺസ്റ്റൻറ്റ് വരിക, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ 16 y/96 ദാറ്റ് ഈസ് y/12 ആണ് നമുക്ക് എന്ത് വരിക, നമ്മുടെ മാർജിനൽ PDF വരിക. x/12 അല്ല, y/12 ആണ് മാർജിനൽ PDF ആയിട്ട് വരിക. ഓക്കെ, ഒരു ചെറിയൊരു കറക്ഷൻ വന്നു പോയതാണ്. അപ്പോൾ x/8 നമ്മുടെ എന്ത് വരും, മാർജിനൽ PDF ഓഫ് എക്സ് വരും. അതുപോലെ y/12 മാർജിനൽ PDF ഓഫ് വൈ വരും. ഓക്കെ, ദെൻ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിനി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കാൻ പോവാണ്. അപ്പോൾ എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x/8 ആണ്. എഫ് വൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ y/12 ആണ്. അത് തിരുത്തി വായിക്കുക. നേരത്തെ നമ്മൾ x/12 എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്, അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം അവിടെ എഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, മാർജിനൽ PDF ഓഫ് വൈ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ എന്തിൻ്റെ പേരിലാണ് ഉണ്ടാവുക, വൈയുടെ ടേംസിലാണ് ഉണ്ടാവുക. അതൊന്ന് ഓർത്ത് വെക്കാം. സോ എഫ് എക്സ് ഓഫ് എക്സ് x/8ഉം എഫ് വൈ ഓഫ് വൈ = y/12 ആണ്. നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഓഫ് വൈ ഈക്വൽ ടു എന്താണ്, എഫ് എക്സ് വൈ ഓഫ് എക്സ് വൈ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എഫ് ഓഫ് എക്സ് വൈ. ഇതിന് തുല്യമാണെങ്കിൽ ആ രണ്ട് ഇതും നമുക്ക് എന്താണെന്ന് പറയാം, ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. അതർവൈസ് ഇറ്റ്സ് എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഈ രണ്ട് സംഭവങ്ങളും നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി ഉള്ള എഫ് ഓഫ് എക്സ് വൈക്ക് തുല്യമാണോ നോക്കുക. ഓക്കെ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പം നമ്മുടെ വേരിയേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, 0 to 4 വരെയാണ്. വൈയുടെ വേരിയേഷൻ എന്താണ്, 1 < y < 5 ആണ്. ഈ വേരിയേഷൻ ഇടയിൽ മാത്രമേ ഈ വാല്യൂ ഉള്ളൂ.
ഓക്കെ, അല്ലാത്തടത്തൊക്കെ അതിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഇൻ്റർസെക്ഷൻ റീജിയൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടു, അല്ലാത്ത സ്ഥലത്ത് എന്താണ്? 0 ആണ്. ആ സ്ഥലത്ത് ഈ പറഞ്ഞിരിക്കുന്ന f(x, y) എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അവിടെ അത് ഹോൾഡ് ചെയ്യും. അപ്പോൾ നോൺ സീറോ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ഇൻഡിപെൻഡൻസി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ f(x)ഉം fy(y)ഉം ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ f(x) ഇൻറ്റു എന്ത് വരും? fy(y) ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? x/8 ഇൻറ്റു y/12 എന്ന് വരും. ദാറ്റ് ഈസ് xy/ നമുക്ക് എന്ത് വരും? 12 ഇൻറ്റു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 96 എന്ന് കിട്ടും. ഓക്കെ, ഇത് തന്നെയല്ലേ ശരിക്കും ഇവിടെ f(x, y) ഫോർ എവിടെ? ഏത് റീജിയനിൽ? 0 <x>(4) ആൻഡ് 1 <y>(5) ഇവിടെ ഈ പറഞ്ഞ f(x, y) എന്ന് പറഞ്ഞാൽ xy/96 ആണ്. അല്ലാത്തടത്ത് ഈ പറഞ്ഞിരിക്കുന്ന എക്സും വൈ ഒക്കെ എന്താണ്? 0 ആണ്. ഈ പ്രോഡക്റ്റ് എന്ത് തന്നെയാവും? 0 ആയിട്ട് മാറും അതർവൈസ് ആണെങ്കിൽ. അപ്പോൾ ആ കണ്ടീഷൻ നമ്മൾ നോക്കണ്ട. അപ്പോൾ എന്ത് കിട്ടി നമുക്ക് ഇവിടെ? അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? f(x) ഇൻറ്റു fy(y) ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? f(xy). ദാറ്റ് മീൻസ് ഈ പറഞ്ഞിരിക്കുന്ന എക്സും വൈയും എക്സ് ആൻഡ് വൈ ആർ എന്താണ്? ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് അതാണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് എന്ന് കിട്ടി. സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അപ്പോൾ ഒരു പ്രോബ്ലത്തിൽ തന്നെ പരമാവധി കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളിച്ചാണ്. കാരണം ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കാം. ശ്രദ്ധിക്കുക, അടുത്ത നമ്മളൊരു ചെറിയൊരു ഡെഫിനേഷൻ കൂടി നമ്മൾ ജസ്റ്റ് പറയുകയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു f(x) dx ഓൾറെഡി നമ്മൾ സിംഗിൾ വേരിയബിൾ പഠിച്ചു. ഇത് മീനാണ്. ഓക്കെ, അതേപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് എക്സും വൈയും കമ്പൈൻ ചെയ്തിട്ടുള്ളതിൻ്റെ മീൻ എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് നമ്മൾ കണ്ടെത്തുക? അപ്പോൾ ഓർത്ത് വെക്കുക, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ കണ്ടെത്താൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ തന്നെ എന്താണ്? ഓവർ എക്സ് ഓവർ വൈ. ഇവിടെ എക്സ്പെക്റ്റേഷൻ്റെ പ്രത്യേകത അറിയാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് ഇൻറ്റു f(x), എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണെങ്കിൽ വൈ ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഈ പറഞ്ഞിരിക്കുന്ന എക്സ് വൈ ഇൻറ്റു എന്താണ്? എക്സിൻ്റെയും വൈൻ്റെയും പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് ഈ പറഞ്ഞിരിക്കുന്ന f(x, y) dy/dx എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ കണ്ടെത്താനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതേ പ്രോബ്ലത്തിൽ സപ്പോസ് നിങ്ങളോട് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് xy/96 എന്ന് പറയുന്ന ഈ പ്രോബ്ലത്തിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ കാണാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? xy ഇൻറ്റു എന്ത് വരും? എക്സ് ഇൻറ്റു വൈ ബൈ 96. എക്സിൻ്റെ ലിമിറ്റ് എന്ത് ചെയ്യുക? 0 to 4, വൈയുടെ ലിമിറ്റ് 1 to 5. അപ്പോൾ ഇത് x²y² ഡബിൾ ലിമിറ്റ് എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പോൾ അവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ ആ രീതിയിൽ ആ സംഭവത്തിന് എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ x² വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ y³ അതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന x² വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം x³ സാധാ ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ആകെ ഓർത്ത് വെക്കുക ഈ ഇക്വേഷൻ. Expectation of xy is equal to double integral where integral over x, integral over y, xy into f(xy) dy/dx. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ ബാക്കി പ്രോബ്ലംസ് നമ്മുടെ നോട്ടിൽ ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ആ നോട്ടിലുള്ള പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.